ഹായ്, ഇവിടുന്ന് ചെക്കൗട്ടായി ഇനി എയർപോർട്ടിലേക്ക് പോവാണ്. സോ ഇവിടുന്ന് കുറച്ച് ലോങ് ആണ് എയർപോർട്ട്. ഐ തിങ്ക് 3.5 hours ട്രാവൽ ഉണ്ട്. ഓക്കെ, ദെൻ ബാക്കി നമുക്ക് വഴിയെ കാണാം. JB എന്ന സ്ഥലത്ത് നിന്നത് ജോഹർ ബഹ്റു എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കോലാലംപൂരിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ബസ് ടെർമിനലൊക്കെ ആയിട്ടുള്ള ബസ്, നല്ല എന്താ പറയുക, ഫ്ലൈറ്റിനേക്കാൾ ഫെസിലിറ്റി ഉള്ള ബസ്സൊക്കെ ആയിരുന്നു. ഏകദേശം കോലാലംപൂർ എത്താറായിട്ടുണ്ട്. നല്ല ട്രാഫിക്കാണ് അവിടെ. ഈവനിങ്ങിൽ റെയിൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നല്ല ട്രാഫിക്കും ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായത്. ഇതേ കോലാലംപൂരിൽ ബസ് ടെർമിനലാണ്. നമ്മൾ ടെർമിനലിലേക്ക് പോവാണ്. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം നെക്സ്റ്റ് ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ട്രെയിനിലാണെങ്കിലും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ എയർപോർട്ട് ടെർമിനൽ 1 എത്താം. അങ്ങനെ ട്രെയിനിൽ കയറി. എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു ട്രെയിൻ മിസ്സാവുമെന്ന് ഇല്ല. പക്ഷേ ഞങ്ങൾ ട്രെയിനിൽ കയറി. നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സൂര്യൻ പോയിട്ടില്ല. രാത്രി 7 മണി ആയിട്ടുണ്ട്. ഇത് മലേഷ്യൻസിൽ ഒരു പ്രത്യേകമായിട്ട് അവിടെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ള എയർപോർട്ടിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് എയർപോർട്ടിനകത്താണ്. എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു കോഫി കുടിക്കണം എന്നൊക്കെ തോന്നി കോഫി കഴിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടാവാം ബാക്കി ഫുഡ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഫ്രണ്ടിൽ തന്നെ സ്ക്രീനുണ്ട്. പിന്നെ നമുക്കൊരു പില്ലോയും ഒരു പുതപ്പും ഒരു ഹെഡ്സെറ്റൊക്കെ അവർ തരും. അതൊക്കെ അവർ തരും നമുക്ക് ഈ മൂവീസ് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ട്. സോ ഇറ്റ്സ് ഫൺ, നൈസ് ഫ്ലൈറ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മലേഷ്യൻ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നത്. സോ ഐ ആം ഹാപ്പി. നല്ല സുഖമായിരുന്നു യാത്ര. എനിക്ക് ഹാപ്പി ആയിട്ടാണ് തോന്നിയിട്ടിരിക്കുന്നത്. പിന്നെ സ്ക്രീൻ ഓൺ ആയതിൽ പിന്നെ അവരുടെ മലേഷ്യൻസിൽ അവരുടെ ആഡ്സ് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം ഇൻ കേസ് നമുക്ക് ഇവാക്വേഷനെ പറ്റി പറയുന്നത് പോലും ഈ സ്ക്രീനിൽ കൂടെയാണ്. അങ്ങനെ രാത്രിയായപ്പം ഒരുപാട് ഡിലേ ആയപ്പം ഫ്ലൈറ്റ് എടുത്ത് മൂവിങ് ആയി തുടങ്ങിയത് മനസ്സിലായി. സോ ഫ്ലൈറ്റ് ഇൻഫോർമേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കയറി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വന്നു. അപാരം മോശം ഫുഡ്. എന്താ, ഉരുളക്കിഴങ്ങും കുറച്ച് റൈസും പിന്നെ വേറെ എന്തോ ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഐ ഡോണ്ട് ലൈക്ക്. പിന്നെ വെജ് സാലഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും പറ്റില്ല. പിന്നെ എന്തോ സംഭവങ്ങളൊക്കെ. ആകെ ഒരു നല്ലതെന്ന് പറയാനായിട്ട് അവിടെ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ നമ്മൾ പകുതിയിൽ കൂടുതൽ ദൂരം കവർ ചെയ്ത് ഓൾറെഡി. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്താ പറയുക, ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് 4 hours ട്രാവലിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ മൂവി വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ ഇത് കൊച്ചി ലാൻഡ് ആവാൻ പോവാണ്. സോ നമ്മളെ ഇന്ത്യയുടെ ഇതിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്ലൈറ്റ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. കുറേ പേര് ഉറങ്ങുന്നു, കുറേ പേര് മൂവി കാണുന്നു, കുറേ പേര് ഫോൺ നോക്കുന്നു. നമുക്ക് ഫ്ലൈറ്റിൽ കയറി ഫോൺ നോക്കാനായിട്ടൊന്നും ഇല്ലല്ലോ, കാരണം വൈഫൈ എന്തായാലും ഫ്ലൈറ്റിൽ അലോഡ് അല്ലായിരുന്നു. സോ ഇതേ നമ്മൾ ലാൻഡ് ആവാൻ പോകും. അങ്ങനെ ലാൻഡായി. ഇതേ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് പോകണം. ഇമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് പോയിട്ട് എല്ലാ ക്ലിയറൻസും കഴിഞ്ഞാലാണ് നമുക്ക് ലഗേജ് എടുത്ത് വെളിയിൽ ഇറങ്ങാൻ പറ്റൂ. സോ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ട്രാവലായിരുന്നു. ദെൻ സീ യു, ബൈ ഫോർ നെക്സ്റ്റ് വീഡിയോ.